ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സ്വാദിഷ്ടമായ ചക്കയുടെ മടൽ കൊണ്ടുള്ളൊരു ബിഫാണ് കേട്ടോ. ഈ ചക്കയുടെ മടലിൻ്റെ ആ മുള്ളി ഞാൻ ചെത്തിക്കളഞ്ഞതിന് ശേഷം ആ മടൽ ചേന അരിയും പോലെ അരിഞ്ഞെടുത്ത് അതിലത്തെ 5-6 കുരുവും 2 ചുളയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് അല്പം ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം സ്റ്റൗവിൽ ഏറ്റവും ചെറിയ സിമ്മിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നപ്പോഴത്തേക്കും 2 പച്ചമുളക്, ഒരു 5-6 കഷ്ണം ഉള്ളി, അല്പം ജീരകം, ഒരു ചുവന്ന വെളുത്ത ഉള്ളിയുടെ ഒരു അല്ലി ഇത്രയും ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് മെല്ലെ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കേട്ടോ, ഈ ചൂടായ എണ്ണയിലിട്ട്. അതിനുശേഷം ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സംഭവം എടുത്ത് ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്തു. വീണ്ടും ഞാൻ ഇതിനെ അടച്ചു വെച്ചു. അതിനുശേഷം ഇത് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി വെന്ത് കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തേങ്ങയും അല്പം ഒരു 5-6 കഷ്ണം ഉള്ളിയും കൂടെ വെറുതെ മെല്ലെ അരച്ച് വെച്ചിരുന്നു. അതിലൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇറക്കാൻ നേരത്തെ ഞാൻ കുറച്ച് വേപ്പില കൂടെ ഇട്ട് അടിപൊളി സൂപ്പറായിട്ട്. നമ്മളപ്പോൾ ചക്കയുടെ മടലൊന്നും കളയേണ്ട കാര്യം കേട്ടോ. ചക്കയുടെ മടൽ അതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് അതിൻ്റെ പൂഞ്ഞിൽ മാറ്റിയതിന് ശേഷം അത് നമ്മൾ ചേന അരിയും പോലെ എടുത്ത് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് വേവിച്ച് നോക്കുക കേട്ടോ.